ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അങ്ങനെ ഞാനും ഉണ്ടാക്കിയിട്ടോ പാൽക്കപ്പ. എത്ര വെറൈറ്റി ആണില്ലേ കപ്പ ഉണ്ടാക്കാൻ. സംഭവം വിചാരിച്ചതുപോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല തേങ്ങാപ്പാലും അതുപോലെ കപ്പയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റും കൂടിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് പാൽക്കപ്പ വെച്ചിട്ട് പല ഐറ്റത്തിലും ഉണ്ടാക്കാം. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. സംഭവം പൊളിയാണ് ഗൈസ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാട്ടോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ അടുത്ത് കുറച്ചൊരു വലിയ 2 കപ്പ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ നല്ല കട്ട് ചെയ്ത് അതിലെ മണ്ണും ഒക്കെ കഴുകി കളഞ്ഞ് ഇതാട്ടോ ക്ലീൻ ചെയ്തിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 വിസിലടിച്ചാൽ നന്നായി വെന്തിട്ടുണ്ടാവുമേ. അപ്പോഴേക്കും നമുക്കിതാ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം ഒരു മിക്സിയുടെ ജാർ എടുക്കുക, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല കാന്താരി മുളകാണ് കേട്ടോ. പച്ചമുളക് ആയാലും ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. നല്ല അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ നന്നായി വെന്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എൻ്റെ വെള്ളമൊക്കെ നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഏറുമോ കുറയോ എന്താണെന്ന് അറിയില്ല. ഏറിയ കുഴപ്പമില്ല, പക്ഷേ കുറഞ്ഞാലാണല്ലോ. അപ്പോൾ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാനേ. പിന്നെ അതിലോട്ട് ഞാൻ ഒരു 1-ാം പാലും 2-ാം പാലും നമുക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പയ്ക്ക് അനുസരിച്ചിട്ടാണ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു തേങ്ങയോളം എടുത്തിട്ടില്ല കേട്ടോ, ഒരു 3/4 ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2-ാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഏറുന്നൊക്കെ വിചാരിക്കും നിങ്ങൾ, വെള്ളമൊന്നും ഏറില്ല കേട്ടോ. അത് ചൂടാറി കഴിഞ്ഞാൽ പാകമായിട്ടുണ്ടാവുകയെ. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ 1-ാം പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സാക്കി ഇളക്കി മറിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തൂമിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം തീ ഓഫാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ആ സംഭവം കൂടി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇതാട്ടോ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. ആ ചെറിയ ഉള്ളി അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ ഈ കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെരി സിമ്പിളാണ് കേട്ടോ, അത്ര പണിയൊന്നുമില്ല. അത് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാൽക്കപ്പ റെഡിയാവും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാം. അതുപോലെ തന്നെ ഇതിൽ നല്ല ബീഫ് കറി, ചിക്കൻ കറി, മീൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.